ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്. അങ്ങനെ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നു. 7 മണി സമയം കഴിഞ്ഞു. ഇവിടെ ബാക്ക്ഗ്രൗണ്ട് ഒരു ഭയങ്കര ശബ്ദം കേൾക്കുന്ന വെച്ചാൽ ഈ കൊതുകിനെ എല്ലാം ഓടിക്കാനായിട്ട് പുകയ്ക്കുന്ന ഒരു പരിപാടിയുണ്ട് കോർപ്പറേഷൻ്റെ. ഇങ്ങനെ സ്മോക്ക് ചെയ്യുന്നത് അത് ഈ സൈഡിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ നിത്യകല്യാണി പൂക്കൾ നോക്കി, ഇത് ഇന്നലെ വൈകുന്നേരം പൂക്കുന്നതാണ് കേട്ടോ. ആഹാ, എന്ത് സന്തോഷമാണ് ഇത് കാണുമ്പോൾ. അപ്പോൾ ഇവിടെ അടുത്താണ്, വാക്കിംഗ് ഡിസ്റ്റൻസേ ഉള്ളൂ. ഒന്ന് ചുറ്റേണ്ടി വരും. പടിഞ്ഞാറേ നടയുടെ ആ ഭാഗത്താണ്, അതായത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറേ നടയുടെ ഓപ്പോസിറ്റായിട്ട് ത്രിമൂർത്തി ക്ഷേത്രം, അങ്ങോട്ടാണ് പോകുന്നത്. പക്ഷേ ഒരു ഓട്ടോ പിടിക്കാം എന്തായാലും. അങ്ങനെ രാവിലെ കുറേ ദിവസം ഈ സമയത്ത് ഞാൻ പുറത്തേക്കൊക്കെ ഇറങ്ങിയിട്ട് ഇവിടെ രാവിലെ ഈ പച്ചക്കറിയൊക്കെ തള്ളിക്കൊണ്ട് വരുന്നൊരു സമ്പ്രദായമുണ്ട് ഒരു വണ്ടിയിൽ. നമ്മൾ ചെന്നൈയിലൊക്കെ കാണുന്നതല്ലേ, അത് രാവിലെ തന്നെ എത്തിയിട്ടുണ്ട്. പക്ഷെ ഇച്ചിരി കോസ്റ്റ്ലിയാണ് കേട്ടോ പുള്ളിയുടെ വെജിറ്റബിൾസ്. അതെ, പത്രം വായിക്കുന്നു. ഇപ്പം എന്ത് ശാന്തസുന്ദരമാണ് ഈ റോഡല്ല, ആളും ബഹളവും ഒന്നുമില്ല. പക്ഷേ ഒരു 8:30 മണി കഴിയട്ടെ, ഇതുവഴി വന്ന് നോക്കൂ. 2 സൈഡിലും റോഡ് വെൻറ്റേഴ്സ്, ഈ പുറത്തിട്ട് വിൽക്കുന്ന ആൾക്കാരില്ലേ, ഈ രാമേന്ദ്രയുടെ ഈ റോഡിൻ്റെ ഇവിടെ തൊട്ട് ഇപ്പോൾ നമ്മുടെ കോളനിയുടെ പകുതി ഈ ഒരു എൻട്രൻസിൻ്റെ ഭാഗം അവർ ഓക്യുപ്പൈ ചെയ്ത് തുടങ്ങി. കാണുമ്പോൾ അറിയാമല്ലോ, അങ്ങോട്ട് പോകുമ്പോൾ വേസ്റ്റ് ചവർ ഒക്കെ ഉണ്ടാവും. കടകളൊന്നും തുറന്നിട്ടില്ല. നമുക്ക് എന്ത് സിമ്പിളാണ്. ഇവിടെ എല്ലാം കടക്കാരാണ്, ഓപ്പൺ ആയിരിക്കും. അല്ലെങ്കിൽ എനിക്ക് ആ ത്രിമൂർത്തി ടെമ്പിളില്ലേ അപ്പുറത്തെ സൈഡ്, പടിഞ്ഞാറേ നട, അവിടെ. നമ്മൾ മിത്രാനന്തപുരം ത്രിമൂർത്തി ക്ഷേത്രം എന്നാണ് ഇതിന് പറയുന്നത്. ഇപ്പം നിൽക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ പടിഞ്ഞാറേ നട, പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറേ ഗോപുരമാണ് ഈ കാണുന്നത്. ഈ പടിഞ്ഞാറേ സൈഡിലെ നടയാണ്, ദാറ്റ് ഈസ് വെസ്റ്റ് ഫോർട്ട്. ഇതിന് നേരെ ഓപ്പോസിറ്റാണ്. ഇത് പാർട്ട് ഓഫ് പത്മനാഭസ്വാമി ക്ഷേത്രമായിരുന്നു ഒരു കാലത്ത്, ത്രിമൂർത്തി ടെമ്പിൾ. അപൂർവം ക്ഷേത്രങ്ങളിലൊന്നാണ്. കാര്യം 3 ദൈവങ്ങളും, ത്രിമൂർത്തി, ബ്രഹ്മ വിഷ്ണു മഹേശ്വര, 3 പേരും കൂടി ഒന്നിച്ചുള്ള ഒരു ടെമ്പിൾ. 3 ഡൈറ്റീസിനെ ഇവിടെ പ്രാർത്ഥിക്കുന്നുണ്ട്. ഇത് നോക്കി, ഇതൊരു അഗ്രഹാരമാണ്. ഇപ്പോൾ ഇവിടെയൊക്കെ കോബിൾഡ് വഴികളാക്കി കേട്ടോ. തറയെല്ലാം ഇപ്പോൾ കല്ല് പാകിയിരിക്കുകയാണ്. കാര്യം ഇതിപ്പോൾ ബ്യൂട്ടിഫിക്കേഷൻ്റെ ഭാഗമായിട്ട് ഇതൊരു ഹെറിറ്റേജ് സിറ്റി ആയതിന് ശേഷമുള്ള മാറ്റമാണ്. ഇത് 2 സൈഡിലും അഗ്രഹാര വീടുകളായിരുന്നു. ഇപ്പോൾ ഒരുപാട് മാറ്റങ്ങളുണ്ട്. റോഡൊക്കെ നല്ല ഭംഗിയാക്കിയിട്ടുണ്ട്. നേരെ നടന്നു പോയാൽ ത്രിമൂർത്തി ക്ഷേത്രം അത് എഴുതിയിട്ടുണ്ട് ഇവിടെ. ഇടത് സൈഡിൽ കാണുന്ന ഒരു ഇല്ലമാണ്, പുതുമന ഇല്ലം, ജ്യോതിശാലയം, തന്ത്രരത്നം പുതുമന മഹേശ്വരൻ നമ്പൂതിരി, അദ്ദേഹത്തിൻ്റെ വീടാണിത്. ഇതൊക്കെ 2 സൈഡിലും മഠങ്ങളുണ്ട്. തെക്കേ നമ്പി മഠമാണ് ഇവിടെ. ഇവിടെ പണ്ട് പൂജാരിമാർ, പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ പൂജാരിമാർ താമസിച്ചിരുന്നത് ഇവിടെയാണെന്നാണ് പറയുന്നത്. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ ചരിത്രത്തോടൊപ്പം തന്നെ അത്രയും തന്നെ പ്രാധാന്യം അർഹിക്കുന്നതാണ് ഈ ത്രിമൂർത്തി ക്ഷേത്രങ്ങൾ നിൽക്കുന്ന ഈ ഒരു മിത്രാനന്തപുരം സമുച്ചയം. നമ്മൾ നടന്നു വന്ന വഴികൾ കണ്ടതാണല്ലോ. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറേ നടയ്ക്ക് സമീപത്ത് കല്ലുപാകിയ നടവഴിയിലൂടെ നടന്ന് അത് അവസാനിക്കുന്നത് ഈ കരിങ്കൽ പടവുകൾക്ക് മുന്നിലായിരുന്നു. അവിടെ നിന്ന് ഞാൻ ഏതാണ്ട് ഒരു 10-12 പടികൾ താഴേക്ക് ഇറങ്ങിയിട്ടാണ് ഇങ്ങനെ ഒരു സ്ഥലത്ത് എത്തിയിരിക്കുന്നത്. ഇവിടെ നമുക്ക് അർച്ചനയ്ക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ വാങ്ങിയിട്ട് പോകാം. തുളസിയും പിന്നെന്താ നെയ് വിളക്ക്, ഇതാണ് പ്രധാനം. അപ്പോൾ കൃഷ്ണനും ഗണപതി ഭഗവാനും പിന്നെ ബ്രഹ്മാവ്, 3. അപ്പോൾ 3 വേണ്ടേ? അത് മതി, ഓക്കെ. ഈ ഒരു ക്ഷേത്ര മതിൽക്കെട്ടിൻ്റെ ഉള്ളിലാണ് മഹാവിഷ്ണുവും ശിവഭഗവാനും. ഞാനിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ബ്രഹ്മാവിൻ്റെ ക്ഷേത്രം, ആ ഭാഗത്താണ് ബ്രഹ്മാവിൻ്റെ പ്രതിഷ്ഠ. വിശാലമായിട്ടൊരു കുളമുണ്ട് ഈ സൈഡിൽ, അതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട കുളം. അഗസ്ത്യതീർത്ഥം എന്നാണ് ഇവിടുത്തെ ഈ ഒരു കുളത്തിൻ്റെ പേര്, അങ്ങനെയാണ് അറിയപ്പെടുന്നത്. ബ്രഹ്മതീർത്ഥം, വരാഹതീർത്ഥം എന്നിങ്ങനെയുള്ള പേരുകളും ഈ ക്ഷേത്രകുളത്തിനുണ്ട്.
പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ആറാട്ടുത്സവത്തിന്റെ തുടക്കത്തിനുള്ള മുളയിടൽ ചടങ്ങിനുള്ള വെള്ളവും മണ്ണും ആഘോഷപൂർവ്വം സംഭരിക്കുന്നത് ഇവിടെ നിന്നാണ്. മണ്ണുനീർ കോരൽ എന്നാണ് ആ ചടങ്ങ് അറിയപ്പെടുന്നത്. നമ്പിമാർ എന്നറിയപ്പെടുന്ന ശാന്തിക്കാർ കുളിക്കുന്നതും ഇതിൽ തന്നെയാണ്. കുളത്തിലേക്ക് ഇറങ്ങാനിട്ട പടവുകളൊക്കെ ഉണ്ട്, കുളപ്പുരകളുമുണ്ട്. നീർക്കാക്കകൾ ഉൾപ്പെടെയുള്ള ജൈവ വൈവിധ്യത്തിന്റെ ഒരു കലവറയും കൂടിയാണ് ഈ ഒരു കുളം. ഇതാരാന്നറിയാമോ? നമ്മൾ കുറച്ച് നാൾ മുമ്പ് നമ്മളൊരു വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട്, ഒരുപാട് നാളായി. അതായത് സ്വാമി ഇപ്പം മരിച്ചുപോയി, അദ്ദേഹത്തിൻ്റെ വൈഫാണ്. നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന കാര്യം എന്ന് പറഞ്ഞാൽ അന്ന് ചെയ്തത് ഇതല്ലായിരുന്നു, സേവയല്ലേ? സേവയുടെ ബിസിനസ് ഉണ്ടായിരുന്നു അവർക്ക്, വീട്ടിലുണ്ടാക്കി കൊടുക്കും. അഗ്രഹാരത്തിലായിരുന്നു, ആ സൈഡിലല്ലേ നമ്മൾ തെക്കേ നടയുടെ അടുത്ത്. ഓർക്കുന്നുണ്ടോ അറിയില്ല, സേവ ഉണ്ടാക്കുന്ന സ്വാമിയും സേവ പുളിശ്ശേരി, അത് സ്വാമിയുടെ വൈഫാണ്. ഇപ്പോൾ വീട് മാറി, ഇപ്പോൾ ഇങ്ങോട്ടായി. ഇപ്പോൾ സ്വാമിയില്ല, പക്ഷേ ബിസിനസ് കണ്ടിന്യൂയിങ് അല്ലേ? അപ്പോൾ ഞാൻ ഒരു ദിവസം വരാം വീണ്ടും. ഓക്കെ, എവിടെയാണെന്നൊക്കെ ഈ ലൈനിലല്ലേ? അത് ശരി, ഓക്കെ. ഞാൻ തന്നെയാണോ? സുഖമായിരിക്കും. കുഴപ്പമില്ല, സുഖം. ഞാൻ വരാം ഒരു ദിവസം. ഇത് ആക്ച്വലി ഒരു വലിയൊരു ടെമ്പിൾ കോംപ്ലക്സ് ആണ്. നമ്മൾ കയറി വന്നതിൻ്റെ ആ ഭാഗത്താണ് വിഷ്ണു മഹേശ്വര. ഇങ്ങോട്ട് പോകുമ്പോൾ ബ്രഹ്മാവിൻ്റെ ടെമ്പിളാണ് ഏറ്റവും പ്രധാനം. അതിൻ്റെ അങ്ങോട്ട് പോകുമ്പോഴാണ് വില്ലുമംഗലം സ്വാമിയുടെ ആശ്രമം എന്ന് പറഞ്ഞല്ലോ. അത് അദ്ദേഹത്തിൻ്റെ സന്തതി പരമ്പരകൾ, അതിൻ്റെ പിൻഗാമികൾ വന്ന അതൊരു ആശ്രമമായിട്ട് ഇപ്പോഴും അതിൻ്റെ ആ ഒരു എന്താ പറയുക, ആ ഫാമിലിയിലുള്ള ആൾക്കാർ തന്നെയാണ് ആശ്രമം കൊണ്ടുപോകുന്നത്. പിന്നെ ഇവിടെ ഒരു ബാലസദനമുണ്ട്, അതായത് സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള അച്ഛനമ്മമാർക്ക് നോക്കാൻ പറ്റുന്നതും നിരാലംബരായ അങ്ങനത്തെ കുറേ കുട്ടികളെയൊക്കെ 10-25 കുട്ടികൾ താമസിക്കുന്ന ഒരു ബാലസദനം. അത് ഇവിടെ സേവാഭാരതിയുടെ കീഴിലാണത് അവരെ സംരക്ഷിക്കുന്നത്. അത് കയറുമ്പോൾ ഒരു ഓടിട്ട ബിൽഡിങ്ങാണ്. പിന്നെ അങ്ങോട്ട് പോകുമ്പോൾ ബ്രഹ്മാവ്. പിന്നെ ഇവിടുത്തെ ഗണപതി ഭഗവാൻ വളരെ വിശേഷപ്പെട്ടാണ്. അപ്പമൂടൽ എന്ന് പറയുന്ന ഒരു അർച്ചനയാണ്. അതിന് 2028 വരെയുള്ള ബുക്കിംഗ് ആയി കഴിഞ്ഞു എന്നാണ് പറയുന്നത്. അപ്പോൾ വില്ലുമംഗലം സ്വാമിയാർ ആ ഒരു ആശ്രമത്തിൻ്റെ ആ ഭാഗത്താണ് ശ്രീകൃഷ്ണൻ്റെ ചെറിയൊരു പ്രതിഷ്ഠയൊക്കെ ഉള്ളത്. നല്ലൊരു മഴക്കോള് വരുന്നുണ്ട്. ബ്രഹ്മൻ കോവിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലാണ്. ബ്രഹ്മൻ ക്ഷേത്രത്തിലേക്ക് അങ്ങോട്ട് കടക്കുന്ന വഴിയാണ്. ഈ പോകുന്ന വഴിക്കാണ് ഈ സൈഡിലാണ് അനന്തശായി ബാലസദനം. ഇതെല്ലാം പഴയ ഹെറിറ്റേജ് ബിൽഡിങ്സാണ് കേട്ടോ. ഒരു ആൽമരവും അതിൻ്റെ ചുവട്ടിലൂടെ ഇങ്ങനെ നമ്മൾ സഞ്ചരിക്കുന്നു. ഇതാണ് ബാലസദനത്തിൻ്റെ ബിൽഡിങ്. വളരെ പീസ്ഫുള്ളൊരു അറ്റ്മോസ്ഫിയറാണ് നമ്മളിങ്ങനെ നടന്നു പോകുമ്പോൾ. ഞാൻ പറഞ്ഞില്ല, ഇങ്ങനെ പഴയ ഒരു ഇടവഴിയിലൂടെ ഇങ്ങനെ കല്ലുപാകിയ വഴിയിലൂടെ നടക്കുന്നു. ഈ സൈഡിലാണ് ക്ഷേത്രക്കുളം. ഞാൻ എപ്പോഴും ആ സൈഡിലൂടെ റോഡിലൂടെ പോകുമ്പോൾ ഈ ക്ഷേത്രക്കുളത്തിൻ്റെ ചെറുതായിട്ട് നമുക്കത് കാണാൻ പറ്റും. ഇത് വളരെ ഡീപ്പാണ്, അങ്ങനെ ഓപ്പണാക്കി ഇട്ടിട്ടില്ല. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം വകയാണ് ഈ മിത്രാനന്തപുരം കുളം. ക്ഷേത്രക്കുളവും പരിസരവും വൃത്തിയായി സൂക്ഷിക്കുക. അപകടകരമായ രീതിയിൽ കുളത്തിലിറങ്ങാനോ നീന്താനോ മീൻ പിടിക്കാനോ പാടില്ല എന്ന് ഇവിടെ ബോർഡ് വെച്ചിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ ഈ കുളത്തിലേക്കുള്ള എൻട്രൻസ് ഒക്കെ പൂട്ടിയിട്ടിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു കുറച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ തുറക്കുമായിരിക്കും. അപ്പോൾ രാവിലെ ഇത് പൂട്ടിയാണ് കാണുന്നത്. ത്രിമൂർത്തി ക്ഷേത്രത്തിൻ്റെ ബ്രഹ്മാവിനെ കാണാൻ പോകും. ബ്രഹ്മാവിൻ്റെ ക്ഷേത്രത്തിൻ്റെ അകത്തേക്ക് പോകുന്നതിൻ്റെ സൈഡിലായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് വില്ലുമംഗലം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രമാണ് അകത്ത്. ശ്രീ ശങ്കര പരമ്പര നടുവിൽ സ്വാമിയാർ മഠം പടിഞ്ഞാറേക്കോട്ട, ആ ഒരു ഇതിനകത്താണ് ശ്രീകൃഷ്ണ ഭഗവാൻ. അവിടെയും നമുക്ക് പോകാം. ബ്രഹ്മാവ് ഭഗവാന്റെ ക്ഷേത്രത്തിലേക്ക് കടക്കുകയാണ്. നേരെ കാണുന്നതാണ് ശ്രീകോവിൽ. അപ്പോൾ അകത്തേക്ക് നമ്മൾ ഫോട്ടോ അങ്ങനെയൊന്നും പാടില്ലല്ലോ, ഉള്ളിൽ പോയി പ്രാർത്ഥിച്ചിട്ട് വരും. അകത്തേക്ക് കയറുമ്പോൾ അതിനകത്ത് കല്ലിൽ തീർത്ത ചതുര ശ്രീകോവിലാണ്. ചതുർബാഹുവായ ബ്രഹ്മാവിന്റെ ശിലാവിഗ്രഹം. പുരാണങ്ങളിലെ സങ്കല്പങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഒരു ശിരസ്സു മാത്രം ഉള്ള ഒരു ബ്രഹ്മാവിന്റെ വിഗ്രഹമാണ് ഉള്ളിലുള്ളത്. ധ്യാനത്തിലിരിക്കുന്നുവെന്നാണ് സങ്കല്പം. ഉപദേവനായിട്ട് ഗണപതി ഭഗവാനുണ്ട്. പ്രാർത്ഥിച്ചിട്ട് തിരിച്ചിറങ്ങി. ഇവിടെ മഴ തുടങ്ങിയിട്ടുണ്ട്. നമ്മളൊന്ന് ഒതുങ്ങി നിൽക്കാം. ആൽച്ചുവട്ടിലായതുകൊണ്ട് കുറച്ച് ഷെയ്ഡൊക്കെ കിട്ടും. പ്രാർത്ഥിച്ചു നന്നായിട്ട്. വളരെ പുരാതനമായ ക്ഷേത്രമാണ്. പത്മനാഭസ്വാമി ക്ഷേത്രത്തോളം തന്നെ പഴക്കമുണ്ട്. ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഗണപതിയുടെ കാര്യം ഞാൻ പറഞ്ഞല്ലോ. ഇവിടെ ഗണപതി ഭഗവാൻ ഭാര്യാസമേതനായിട്ടാണ് ഇരിക്കുന്നത്. മടിയിൽ സരസ്വതി ദേവി, നീല സരസ്വതി എന്നൊക്കെ പറയും, സിദ്ധി വിനായകനാണ്. നമ്മൾ പ്രാർത്ഥിച്ചാൽ അത് സാധിച്ചു തരും. ഇത് വളരെ അപൂർവമായ പ്രതിഷ്ഠയാണ്. ഇത്തരം പ്രതിഷ്ഠകൾ കുറവാണ്. തമിഴ്നാട്ടിൽ എനിക്ക് തോന്നുന്നു ചെട്ടിനാടിനടുത്തോ മറ്റോ ആണ് ഗണപതി ഭഗവാനുണ്ട് ഭാര്യാസമേതനായിട്ടിരിക്കുക. അതുപോലെ വളരെ കുറച്ചേ ഉള്ളൂ.
ഇവിടുത്തെ പ്രധാന ഇതെന്ന് വെച്ചാൽ അപ്പം മൂടലാണ്. എനിക്ക് ഉണ്ണിയപ്പം പ്രസാദം കിട്ടി. എല്ലാ ദിവസവും വൈകുന്നേരം 6 മണിക്ക് അപ്പം മൂടൽ എന്ന് പറയുന്ന ചടങ്ങ് നടക്കും. ചെറിയൊരു ഗണപതിയാണ് കേട്ടോ. അയ്യോ എന്ത് ഭംഗിയാ അറിയോ, എനിക്ക് കാണിച്ചു തരാൻ പറ്റുന്നില്ല എന്നൊരു വിഷമമുണ്ട് ഉള്ളിലെ കാഴ്ച. പിന്നെ ഏറ്റവും പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ 2029 വരെ ഇവിടെ കംപ്ലീറ്റ്ലി ബുക്ക്ഡാണ് അപ്പം മൂടലിന് വേണ്ടിയിട്ടുള്ള നേർച്ചയ്ക്ക് വേണ്ടി ആൾക്കാർ ബുക്ക് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഞാൻ ആ ഫ്രണ്ടിലത്തെ ഓഫീസിൽ അന്വേഷിക്കാൻ പറഞ്ഞു, ഇടയ്ക്ക് എന്തെങ്കിലും ഒരു വേക്കൻസി വന്നു, ഏതെങ്കിലും ക്യാൻസലേഷൻ വരികയാണെങ്കിൽ നമുക്ക് എങ്ങനെയെങ്കിലും അതിനകത്ത് അങ്ങനെ ഒരു അർച്ചന ചെയ്യാനുള്ളൊരു ഭാഗ്യം ഉണ്ടെങ്കിൽ ചിലപ്പോൾ നടക്കും, അല്ലെങ്കിൽ 2029 കഴിഞ്ഞിട്ടേ നടക്കുകയുള്ളൂ. എല്ലാ ദിവസവും വൈകുന്നേരം 6 മണിക്ക് ഈ ക്ഷേത്രത്തിൽ വന്നാൽ അപ്പം മൂടൽ ചടങ്ങ് കാണാൻ പറ്റും. അത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ തന്ത്രികൾ, അവിടുത്തെ പൂജാരിമാരാണ് ഇവിടത്തെയും പൂജ ചെയ്യാനായിട്ട് വരുന്നത്, അകത്തെ പൂജ ചെയ്യാൻ. അപ്പോൾ 6 മണിക്ക് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ പൂജാരി ഇവിടെ വരും, തന്ത്രികൾ വരും. എന്നിട്ട് അപ്പം മൂടൽ ചെയ്തിട്ട് തിരിച്ച് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പോയി അവിടുത്തെ പൂജയെല്ലാം കഴിഞ്ഞിട്ട് 7:30 തിരിച്ച് വന്നിട്ടാണ് ഇവിടുത്തെ ബാക്കി നിവേദ്യമൊക്കെ ചെയ്യുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ ആ ഒരു 6 മണി തൊട്ട് 7:30 മണി വരെ ഇവിടെ നിന്നാൽ ഈ അപ്പം മൂടൽ ചടങ്ങും എല്ലാം കാണാം. പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ പോറ്റി വന്ന് പൂജിക്കുന്നതെല്ലാം കാണാം. ഈ കരിപ്രസാദം ഗണപതി ഭഗവാന്റെ പ്രത്യേകതയാണ്. ഇത് ഇങ്ങനെ ബ്രഹ്മാവ് ഒറ്റയ്ക്കിരിക്കുന്ന ക്ഷേത്രങ്ങളും വളരെ കുറവാണ്. ഇങ്ങനെ ഉണ്ണിയപ്പം പ്രസാദം കിട്ടിയിട്ടുണ്ട്. ക്ഷേത്രത്തിനെ കുറിച്ച് എത്ര പറഞ്ഞാലും എനിക്ക് മതിയാവില്ല. ഒരു കാര്യം കൂടെ എനിക്ക് അകത്ത് പോറ്റി തന്നു. അതായത് ഇവിടുത്തെ സിദ്ധി ഗണപതി ഭഗവാൻ വിനായകരുടെ കഴുത്തിൽ ചാർത്തിയിരുന്ന മഞ്ഞളിൻ്റെ ഹാരം, മഞ്ഞളിൻ്റെ മാലയാണ്. ഇത് നമ്മളുടെ വീട്ടിലെ പൂജാമുറിക്കകത്ത് കൊണ്ടുവച്ചാൽ വളരെ ഐശ്വര്യമാണല്ലോ. ഭഗവാന്റെ അല്ലേ, ഭഗവാനെ ചാർത്തിയിരുന്നതാണ് ഗണപതി ഭഗവാന്. അതും കൊണ്ടുപോകുന്നു. ഈ കുളത്തിലാണ് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ സ്വാമിമാരായ നമ്പിമാർ, അവിടുത്തെ പൂജാരികൾ എല്ലാ ദിവസവും കുളിച്ചിട്ടാണ് ക്ഷേത്രത്തിലേക്ക് പോകുന്നത്, പത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്ക്. ഇപ്പോൾ ഒരു കുംഭാഭിഷേകം ഇവിടെ നടന്നു റീസെൻ്റായിട്ട്. അതിന് വേണ്ടിയിട്ടുള്ള മണ്ണെടുത്തതും ഈ കുളത്തിൽ നിന്നാണ്. ഇനി നമുക്കൊന്ന് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ കയറാം. ഈ ത്രിമൂർത്തി ടെമ്പിളിൻ്റെ, അതായത് ഇവിടുത്തെ ബ്രഹ്മക്ഷേത്രം, അവിടുത്തെ നമ്മളിനി പോകാൻ പോകുന്നേ ഉള്ളൂ. ശിവഭഗവാനും മഹാവിഷ്ണുവൊക്കെ ഇരിക്കുന്ന ഭാഗത്തേക്ക്. ഇതെല്ലാം കൂടി ചേർന്ന് ഈ ഒരു ടെമ്പിൾ കോംപ്ലക്സ്. ഇതിൻ്റെ റെക്കോർഡിക്കലായിട്ട് നോക്കുകയാണെങ്കിൽ എന്നാണ് ഇതിവിടെ സ്ഥാപിതമായെന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ പ്രോപ്പർ റെക്കോർഡ്സ് ഉണ്ടെന്ന് പറയാൻ പറ്റില്ല. അതിനെക്കാട്ടിലും ആൻറ്റിക്വിറ്റി ഉള്ള ഒരു സംഭവമാണ്. മാർത്താണ്ഡവർമ്മ മഹാരാജാവിൻ്റെ കാലത്താണ് ലാസ്റ്റ് ഒരു റിനോവേഷൻ നടന്നു എന്ന് തോന്നുന്നത്. ആ കാലത്തും റിനോവേഷൻ നടന്നിട്ടുണ്ട്. പിന്നെ തിരുവിതാംകൂർ രാജവംശത്തിൻ്റെ അഡ്മിനിസ്ട്രേറ്റേഴ്സ് എല്ലാവരും തന്നെ പ്രധാനപ്പെട്ട പത്മനാഭസ്വാമിയായിട്ട് ബന്ധപ്പെട്ട് അനന്തശയന ഭഗവാനുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ മേജർ ഡിസിഷൻസ്, എല്ലാ പ്രധാന തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുന്നേയും ഇവിടെ വന്ന് ത്രിമൂർത്തി ക്ഷേത്രത്തിൽ പ്രാർത്ഥിച്ചിട്ടാണ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഇതൊരു സബ്സിഡിയറി ഓഫ് പത്മനാഭസ്വാമി ടെമ്പിളുമായിട്ടാണ് ഇരുന്നത്. പക്ഷേ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നേരെ പടിഞ്ഞാറേ നടയുടെ നേരെയാണ് ഈ ബ്രഹ്മക്ഷേത്രമൊക്കെ ഇരിക്കുന്നത്. അതായത് ഭഗവാൻ ഇങ്ങനെ അനന്തശയനമായിട്ടല്ലേ കിടക്കുന്നത് പത്മനാഭസ്വാമി. അദ്ദേഹത്തിൻ്റെ നാഭി, അതായത് പൊക്കിൾ ഭാഗത്ത് നിന്നാണ് താമരയുടെ മുകളിലാണ് ബ്രഹ്മാവിരിക്കുന്നത്. അതിന് നേരെ പാരലായിട്ടാണ് ഈ ബ്രഹ്മക്ഷേത്രം വരുന്നത്. അതായത് പത്മനാഭസ്വാമിയുടെ നാഭിയിലുള്ള താമരയിൽ വസിക്കുന്ന ബ്രഹ്മാവ് തന്നെയാണ് ഇവിടെയുള്ളതെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. പണ്ട് ഈ ക്ഷേത്രമെല്ലാം തന്നെ എട്ടരയോഗം എന്ന് പറയുന്ന എട്ടരയോഗത്തിൻ്റെ കീഴിലായിരുന്നു, അവരുടെ അഡ്മിനിസ്ട്രേഷനായിരുന്നു, അവരായിരുന്നു നോക്കിയിരുന്നത്. ഇപ്പോൾ ഇത് തിരുവിതാംകൂർ ദേവസ്വത്തിൻ്റെ ഭാഗമാണ്. ഇത് കൃഷ്ണസ്വാമി ക്ഷേത്രത്തിലേക്ക് നമ്മൾ നടന്നു പോകുന്നു. ഇതാണ് വില്ലുമംഗലം ശ്രീകൃഷ്ണസ്വാമി. ഇത് മഠവും കൂടിയാണ്, മഠത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ ശ്രീകൃഷ്ണൻ്റെ ഭഗവാൻ. ഇത് ഇങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ പടിഞ്ഞാറേ കോട്ടയുടെ ഒരു ഭാഗമാണ് ഈ കാണുന്നത്. കോട്ടമതിൽ കണ്ടോ, ഇതൊരു എൻട്രൻസും കൂടി ഉണ്ട് കേട്ടോ ഇവിടത്തേക്ക്. ഈ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലേക്ക് മാത്രമായിട്ട് ഇങ്ങനെ വേണമെങ്കിലും വരാം. ഇവിടെ വന്നിട്ട് ഇതുവഴി നടന്ന് ബ്രഹ്മക്ഷേത്രവും ത്രിമൂർത്തി ടെമ്പിൾസ് മുഴുവൻ കാണാം, പ്രാർത്ഥിക്കാം. ബ്രഹ്മാവിന്റെ ക്ഷേത്രത്തിന് സമീപത്തെ പടവുകൾ കയറിയാൽ വില്ലുമംഗലം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രമായി. ഞാനിപ്പോൾ അവിടേക്കാണ് നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. തുളസിച്ചെടികൾ നിറഞ്ഞ പ്രശാന്തമായൊരു പരിസരമാണിത്. കമ്പി കഴികളിലൂടെ കുളത്തിൽ പച്ചപ്പ്, ഒരു ഭാഗത്ത് രാധാമാധവ വിഗ്രഹം, സമീപത്തായി പഴയ ഒരു പുഷ്പാഞ്ജലി സ്വാമിയാരുടെ സമാധി, മുന്നോട്ടു പോയാൽ വട്ടശ്രീകോവിലിൽ ശ്രീകൃഷ്ണ പ്രതിഷ്ഠ. അനന്തപുരിയിൽ അനന്തശയന രൂപത്തിലാണ് മഹാവിഷ്ണുവിന്റെ ദർശനം വില്ലുമംഗലം സ്വാമിയാർക്ക് ലഭിച്ചത്.
പ്രതിഷ്ഠയ്ക്കും നേതൃത്വം വഹിച്ചത് അദ്ദേഹം തന്നെയാണ്. പിന്നീട് ഇഷ്ടദേവനെ ഉപാസിച്ച് ഇവിടെ തന്നെ അദ്ദേഹം കഴിഞ്ഞു എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ സമാധിയാണ് ഈ ക്ഷേത്രത്തിനുള്ളിലുള്ളത്. അതിന് മുകളിലായിട്ടാണ് ശ്രീകൃഷ്ണ വിഗ്രഹം പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. ശങ്കരാചാര്യ പരമ്പരയിൽപ്പെട്ട തൃശൂർ നടുവിൽ മഠത്തിന്റെ അധ്യക്ഷനാണ് വില്ലുമംഗലം സ്വാമിയാരുടെ പ്രതിപുരുഷനും പുഷ്പാഞ്ജലി സ്വാമിയാരുമായി അറിയപ്പെടുന്നത്. നടുവിൽ മഠത്തിന്റെ നിയന്ത്രണത്തിലുള്ള ഒട്ടേറെ ക്ഷേത്രങ്ങൾ കേരളത്തിലുണ്ട്. ഈ ക്ഷേത്രത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ ഇവിടെയും ഒരു എൻട്രൻസ് ഉണ്ട്. അതെ, അകത്തേക്കും വരാം പുറത്തേക്കും വരാം. ഇത് നമ്മൾ പടിഞ്ഞാറക്കോട്ടയിലേക്ക് പോകുന്ന വഴിയാണ് കേട്ടോ. അപ്പോൾ ഇതുവഴി വരാം, ആ സൈഡിൽ കൂടെ വരാം, കോട്ടമതിലിൻ്റെ സൈഡിലൂടെ. ഇത് കൂടാണ്ട് ബ്രഹ്മക്ഷേത്രത്തിൻ്റെ സൈഡിലൂടെ, ത്രിമൂർത്തി ക്ഷേത്രത്തിൻ്റെ ആ ഭാഗത്ത് കടന്നു വരാം. കൃഷ്ണ ഭഗവാന്റെ പ്രസാദം. ഇവിടെ നിന്നും മിത്രാനന്തപുരം ക്ഷേത്രക്കുളം കാണാൻ നമുക്ക് കുറച്ചുകൂടി. ഒരുപാട് ഇങ്ങനെ ഹാളും ബഹളവും കാര്യങ്ങളും ഇല്ല, പക്ഷെ അറിയുന്നവർക്ക്, പണ്ട് തൊട്ടുള്ളവർക്കൊക്കെ ഇവിടെ ഒരു വളരെ പ്രധാനപ്പെട്ട ക്ഷേത്രമാണ് ഇതെല്ലാം തന്നെ. ത്രിമൂർത്തി ടെമ്പിളും ഈ ശ്രീകൃഷ്ണ ഭഗവാനും ഒക്കെ. ഇതേ മീനുകളെ നോക്കിയേ, അയ്യോടാ. ഇവിടെ മീനൊന്നും പിടിക്കാൻ പാടില്ല കേട്ടോ, അവർ ഫ്രീ ആണ്. നോക്കൂ, ഇവിടെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ പൂജാരിമാർ, നമ്പിമാരാണ് ഇവിടെ രാവിലെ ഇവിടെ സ്നാനം ചെയ്തിട്ട് ഇവിടെ കുളിച്ചിട്ടാണ് ക്ഷേത്രത്തിലേക്ക് പോകുന്നത്. അത്രയും പ്രധാനപ്പെട്ട പുണ്യ ക്ഷേത്രക്കുളമാണിത്. ഇത് വില്ലുമംഗലം സ്വാമിയാരുടെ സങ്കല്പത്തിലെ ഒരു പീഠവും ഒക്കെ വെച്ചിട്ടുണ്ട്, വിളക്കുമെല്ലാം. അകത്ത് ശ്രീകൃഷ്ണസ്വാമിയെ കാണാൻ എന്ത് ഭംഗിയാ അറിയോ. അകത്ത് നിറച്ച് അലങ്കരിച്ച് ആഭരണങ്ങളും പൂക്കളും ഒക്കെ ഇട്ട് ഗംഭീരമാണ്. ഇതെല്ലാം മഠമാണ്, ഇതിൻ്റെ ഭാഗമാണ്. അകത്ത് ശ്രീകൃഷ്ണ ഭഗവാന്റെ ശ്രീകോവിലിൻ്റെ സൈഡിൽ മഞ്ചാടിയൊക്കെ വെച്ചിട്ടുണ്ട്. അത് നമ്മൾ മഞ്ചാടി വാരി ഇങ്ങനെ ഇടുമ്പോൾ കുട്ടികൾ. ഇതാണ് ഇവിടുത്തെ മഞ്ചാടി മരം. ഇത് നോക്കിയാൽ കാഴ്ച നിൽക്കുന്ന നോക്കും. അത് ഉണങ്ങുമ്പോഴാണ് അതിനകത്ത് ഇങ്ങനെ സ്പ്ലിറ്റ് ആവും, സ്വന്തമായിട്ടിങ്ങനെ പൊട്ടി അതിനകത്ത് മഞ്ചാടി കുരു എല്ലാം താഴേക്ക് വീഴും. ഉണങ്ങി നിൽക്കുന്ന മഞ്ചാടി കുരു ഉണ്ടോ, അതിന് താഴേക്ക് വീഴുമ്പോഴാണ് ഈ തറയിൽ നിന്നൊക്കെ നമ്മൾ നുള്ളി പറക്കുന്നത്. അതിൻ്റെ പച്ചയെല്ലാം കാണാം. ഓ, നല്ല രസമുണ്ട്. ഇപ്പോൾ മഞ്ചാടി മരമൊക്കെ എവിടെ കാണാൻ കിട്ടുന്നു? ഇതൊക്കെ ഒരു ഭാഗ്യമല്ലേ ഇങ്ങനെ കാണാൻ പറ്റുന്നത് സിറ്റിയുടെ നടുക്ക്. ഷോ, കുറച്ച് മഞ്ചാടി കുരുവൊക്കെ പറക്കി നോക്കാം. ഇത് നോക്കിയേ, മഞ്ചാടി. ഇത് ശ്രീകൃഷ്ണ ഭഗവാൻ ഇഷ്ടമാണ് മഞ്ചാടി കളിക്കുന്നു. അങ്ങനെ നല്ല മനസ്സ് നിറഞ്ഞ് പ്രാർത്ഥിച്ചു. എന്ത് നല്ല സന്തോഷം. ഇവിടെ ഒരു ഭയങ്കര പീസ്ഫുള്ളാണ് കേട്ടോ ഈ ഭാഗത്ത് വരാൻ. ഇവിടുത്തെ ബ്രഹ്മാവിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ധ്യാനനിരതനായിരിക്കുന്നതാണ്. അതായത് മെഡിറ്റേഷനിലാണ്. വളരെ ശാന്ത സ്വരൂപിയായിട്ടുള്ള ബ്രഹ്മാവാണ്. അപ്പോൾ ആ ഒരു പീസ് ഇവിടെ എല്ലാം കാണാം. ഓം നമോ നാരായണായ നമഃ. നമ്മൾ ത്രിമൂർത്തി ടെമ്പിളിലെ ബ്രഹ്മക്ഷേത്രവും ശ്രീകൃഷ്ണ ഭഗവാനെയും കണ്ടു, ഗണപതി ഭഗവാനെ കണ്ടു. ഇതിപ്പോൾ ത്രിമൂർത്തി ഭഗവാന്റെ മറ്റ് 2 ത്രിമൂർത്തികൾ വിഷ്ണു നടയാണിത്. അതുപോലെ വിഷ്ണു നടയുണ്ട്, അതുപോലെ ശിവഭഗവാൻ. ഇപ്പോൾ വിഷ്ണു നടയിലേക്ക് വളരെ മനോഹരമായ ക്ഷേത്രമാണ്. പൗരാണികത ഇങ്ങനെ നമുക്ക് കാണാം. അവിടെ ചെല്ലുമ്പോൾ അറിയാം. അകത്തിങ്ങനെ ഒരു സർക്കുലറായിട്ടാണ് ആ മണ്ഡപമൊക്കെ. വിഷ്ണു നടയ്ക്ക് അകത്തേക്ക് കയറി കഴിഞ്ഞാൽ നമുക്ക് അകത്തു പോകുമ്പോൾ കാണാൻ പറ്റുന്ന പ്രധാന പ്രതിഷ്ഠ എന്ന് പറഞ്ഞാൽ വിഷ്ണു ഭഗവാനാണ്. ശംഖ്, ചക്ര, ഗദാ, പത്മം എന്നിവ ധരിച്ച് ചതുർബാഹുവായിട്ടാണ് വിഷ്ണു ഭഗവാൻ നിൽക്കുന്നത്. അപ്പൊ നിൽക്കുന്ന ഒരു പോസ്റ്ററിലാണ്. ദേവന്റെ മുന്നിലായിട്ട് അഭിമുഖമായി ശിലയിൽ തീർത്ത ഒരു ഗരുഡ വിഗ്രഹവുമുണ്ട്. പ്രധാന പ്രതിഷ്ഠയായ വിഷ്ണു ഭഗവാന്റെ വിഗ്രഹത്തിന് മുന്നിലായിട്ട് ഒരു ചെറിയ ലോഹ വിഗ്രഹവുമുണ്ട്. ആ വിഗ്രഹം വില്ലുമംഗലം സ്വാമിയാർ പൂജിച്ചിരുന്നതാണ് എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ചെമ്പുമേഞ്ഞ് വട്ട ശ്രീകോവിലാണ് കേട്ടോ. അകത്ത് മണ്ഡപം, നാലമ്പലം, ഉപദേവനായിട്ട് ഗണപതി ഭഗവാനും ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ. എത്ര ഭംഗിയാണ് നോക്കിയേ. എത്ര പഴക്കം ചെന്ന ക്ഷേത്രമാണ് ആ ഒരു ശ്രീകോവിലിരിക്കുന്ന ഭാഗം. മഹാവിഷ്ണുവിൻ്റെ പ്രതിഷ്ഠയാണ് അകത്ത്. വലിയൊരു ആൽമരവും അതിൻ്റെ ചുവട്ടിലായിട്ടാണ് ഒരു സർക്കുലറായിട്ടാണ് ഈ ശ്രീകോവിൽ മണ്ഡപം കാണുന്നത്. സാങ്ക്ടം സാങ്ക്ടോറിയം. ഇവിടെ ആൽമര ചുവട്ടിൽ നാഗരാജ പ്രതിഷ്ഠ. ഇനി ഇവിടെയാണ് ശിവൻ നട. അപ്പോൾ വിഷ്ണു നട, ശിവൻ നട, ബ്രഹ്മ നട കഴിഞ്ഞു. നമ്മൾ അവിടെ നിന്നാണ് ഇങ്ങോട്ട് വന്നത്. ഇവിടുത്തെ പ്രധാന
ക്ഷീരധാര, മുഴുക്കാപ്പ്, അപ്പം മൂടൽ മുതലായവയാണ് ഇവിടുത്തെ നൈവേദ്യങ്ങൾ. ആധുനിക തിരുവിതാംകൂറിൻ്റെ സൃഷ്ടാവ് എന്നറിയപ്പെടുന്ന അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ മഹാരാജാവ് 1748 ഇവിടുത്തെ മണ്ഡപവും നാലമ്പലവും പണിയിച്ചതെന്നാണ് ക്ഷേത്രരേഖകളിൽ കാണിക്കുന്നത്. ത്രിമൂർത്തികൾ സൂര്യദേവനെ പ്രീതിപ്പെടുത്താൻ ഇവിടെ യാഗം നടത്തിയിരുന്നതായും ഐതിഹ്യമുണ്ട്. ഇപ്പോൾ ഇത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ സംരക്ഷണയിലാണ് ഈ ക്ഷേത്രം. എന്തൊരു ഐശ്വര്യമുള്ള ക്ഷേത്രം, എത്ര പൗരാണികമായ ക്ഷേത്രം. ഇതിൻ്റെ ചരിത്രം എന്ന് പറഞ്ഞാൽ ഭയങ്കരമാണ് കേട്ടോ. ഈ രണ്ട് ക്ഷേത്രത്തിലെ മേൽശാന്തിമാരല്ല, അതായത് പണ്ട് ബ്രഹ്മാവിൻ്റെ ക്ഷേത്രവും എല്ലാം ചേർന്ന് വരുന്നത് പോറ്റിമാർ കാഞ്ഞങ്ങാട് നിന്ന് വരുന്നവരായിരുന്നു. അവിടുത്തെ ഒരു യോഗസഭയിൽ നിന്ന്, അതായത് ശ്രീ പുല്ലൂർ യോഗസഭയുടെ ഭാഗം, അതിനകത്തുള്ള മേൽശാന്തിമാരാണ് ഇപ്പോൾ ഇവിടെ വർഷങ്ങളായിട്ട്. അത് തന്നെയാണ് ചടങ്ങ്, ഇവിടെ പൂജിക്കുന്ന മേൽശാന്തിമാർ. ഇപ്പോൾ ശിവഭഗവാനെ ആണെങ്കിലും ശിവനടയിലും വിഷ്ണു നടയിലും, പണ്ട് ബ്രഹ്മാവിൻ്റെ നടയിലും അത് തന്നെയായിരുന്നു. ഇപ്പോൾ ദേവസ്വം ബോർഡിൻ്റെ കീഴിലാണ് ക്ഷേത്രമെങ്കിലും ഈ മേൽശാന്തിമാർ ഈ രണ്ട് ക്ഷേത്രത്തിലെയും ഈ ഒരു കാഞ്ഞങ്ങാട് നിന്ന് വരുന്നവരാണ്. അവിടെ നിന്നാണ് വരുന്നത്. പിന്നെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ നമ്പിമാരാണെങ്കിൽ ഓലക്കുടയും ചൂടി, അങ്ങനെ അതേപോലെ തന്നെ പുറപ്പെടൽ ശാന്തിമാർ തന്നെയാണ്. അവരും എല്ലാം ഈ ഒരു കുളത്തിൽ കുളിച്ചിട്ട് തന്നെയാണ് അവിടെ പോകുന്നത്. പിന്നെ പൂജയ്ക്കെല്ലാം കാര്യങ്ങൾ ഭയങ്കര ഇതാണ്. പിന്നെ തമ്പുരാൻ്റെ ഉടമ്പടി പ്രകാരമാണ് ഇങ്ങനെ അവിടുന്ന് വന്നിട്ടുള്ള ശാന്തിമാർ ഇവിടെയെല്ലാം പൂജാരിമാരായിട്ട് ഇപ്പോഴും തുടരുന്നത്. ആ ഒരു ഇത് വിട്ടിട്ടില്ല. ഇങ്ങനെ കല്ലുപാകിയ നടവഴികളിലൂടെ ഞാൻ മുന്നോട്ട് നടക്കുകയാണ്. എന്ത് ഭംഗി അറിയോ, ഹരിത ഭംഗി നിറഞ്ഞ ഏതോ ഒരു ഉൾനാടൻ ഗ്രാമത്തിലൂടെ ഞാൻ നടന്നു പോകുന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത്. ധാരാളം വൃക്ഷങ്ങളും വള്ളിപ്പടർപ്പുകളും. പച്ചപ്പിൻ്റെ ഒരു തണുപ്പാണ്. പന്തലിട്ട് നിൽക്കുന്ന അരയാലുകൾ കാണാം, കൂവളങ്ങൾ, പേരറിയാത്ത ഒരുപാട് മരങ്ങൾ വേറെയുമുണ്ട്. മരങ്ങളും ചെടികളും പിന്നെ കുളവും. ഇങ്ങനെ വിശാലമായൊരു പറമ്പും അതിന് വിശാലമായൊരു കാവിൻ്റെ ഒരു പ്രതീതിയാണ് നമുക്ക് കിട്ടുന്നത് ഇവിടെ വന്നു കഴിഞ്ഞാൽ. സത്യം പറഞ്ഞാൽ പ്രാചീനമായ ഒരു കാലത്തിലൂടെ നടക്കുന്ന പോലെ ഒരു ഫീലിംഗ് ആണ്. അങ്ങനെ ഒരു തോന്നൽ വരും. ഈ തിരക്ക് പിടിച്ച നഗരത്തിൻ്റെ നടുക്ക് ഭാഗത്താണ് ഇങ്ങനെ ഒരു ക്ഷേത്ര സമുച്ചയമുള്ളത്. നമുക്ക് വിശ്വസിക്കാൻ സാധിക്കില്ല. പത്മനാഭസ്വാമി ക്ഷേത്രവുമായി അത്രയും അടുത്തൊരു ബന്ധമാണ് മിത്രാനന്തപുരത്തിനുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ചരിത്രത്തിൽ ഈ മിത്രാനന്തപുരം ക്ഷേത്ര സമുച്ചയമൊക്കെ ഇടം നേടിയത്. 8ര യോഗമാണ് ക്ഷേത്രത്തിലെ ആചാരപരമായ കാര്യങ്ങളിൽ അന്തിമ തീരുമാനമെടുത്തിരുന്നത്. അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ മഹാരാജാവിന് മുൻപ് ക്ഷേത്രഭരണത്തിൽ ഈ യോഗത്തിന് ഒരുപാട് പ്രാധാന്യമുണ്ടായിരുന്നു. പുഷ്പാഞ്ജലി സ്വാമിയാരാണ് യോഗത്തിന്റെ അധ്യക്ഷൻ. ക്ഷേത്രത്തിൽ പുഷ്പാഞ്ജലി നടത്തുന്നതിന് പുറമെ തന്ത്രിയുടെയും നമ്പിയുടെയും അസാന്നിധ്യത്തിൽ ആ ദൗത്യവും അദ്ദേഹത്തിന് തന്നെയാണ്. ആചാരപരമായ കാര്യങ്ങളിൽ തീരുമാനമെടുക്കുന്നതിനും അദ്ദേഹത്തിന്റെ സാന്നിധ്യം അനിവാര്യമാണ്. ശങ്കരാചാര്യ പരമ്പരയുടെ പ്രതീകമായിട്ടാണ് പുഷ്പാഞ്ജലി സ്വാമിയാരെ കണക്കാക്കുന്നത്. അവരുടെ ആസ്ഥാനമാണ് മിത്രാനന്തപുരം. 8ര യോഗം പലപ്പോഴും സമ്മേളിച്ചിരുന്നത് ഇവിടെയാണ്. അതുകൊണ്ട് തന്നെ തിരുവിതാംകൂർ രാജാക്കന്മാരിൽ പലരും ഈ ക്ഷേത്രത്തിന് ഉദാരമായ സംഭാവനകളൊക്കെ നൽകിയിട്ടുണ്ട്. ഇതിനെയൊക്കെ സാധൂകരിക്കുന്നതിനുള്ള ക്ഷേത്രരേഖകളും ഇപ്പോഴും ഉണ്ട്. അപ്പോൾ മിത്രാനന്തപുരത്തെ ഈ ഒരു ക്ഷേത്രം, ത്രിമൂർത്തി ക്ഷേത്രം, അത് വന്നിട്ടില്ലാത്തവർ വരണം എന്നാണ് ഞാൻ പറയുന്നത്. അത്രയും പൗരാണികമായ ശക്തിയുള്ള ഭഗവാന്മാരാണ് ഇവിടെ ഇരിക്കുന്നത്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറ് നടയുടെ നേരെ എതിർവശത്തുള്ള പത്മനാഭസ്വാമി ക്ഷേത്രത്തോളം പഴക്കമുള്ള ഒരു പക്ഷേ ഇതിൻ്റെ ഒരു ആൻറ്റിക്വിറ്റി അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു എന്നാണ് ഇതിൻ്റെ ഒറിജിനലായിട്ട് ഇവിടെ ഇങ്ങനൊരു ത്രിമൂർത്തി ക്ഷേത്രം വന്നതെന്ന് പോലും കൃത്യമായ കണക്ക് നമുക്ക് പറയാൻ പറ്റാത്തത്രയും പഴക്കമുള്ള ത്രിമൂർത്തി ക്ഷേത്രത്തിൽ വന്നിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും വരണം. ഇതുപോലെ ഉള്ളൊരു ബ്രഹ്മാവ് അതായത് ഒറ്റയ്ക്കുള്ളൊരു ബ്രഹ്മാവിൻ്റെ ഇതുപോലൊരു പ്രതിഷ്ഠ ഉപദൈവം അല്ലാതെയാണ് ഇരിക്കുന്നത്. അത് വളരെ അപൂർവമാണ് കാണുന്നത്. പിന്നെ കേരളത്തിൽ പ്രത്യേകിച്ച് നമ്മൾ രാജസ്ഥാനിലാണ് ഒരെണ്ണം കണ്ടിട്ടുള്ളത്, പുഷ്കർ ഭാഗത്ത്. പിന്നെ അതുപോലെ ഇവിടുത്തെ ഗണപതി ഭഗവാനും വളരെ വിശേഷപ്പെട്ട പ്രതിഷ്ഠയാണ്. പിന്നെ ബ്രഹ്മാവ്, വിഷ്ണു, മഹേശ്വരന്മാരെല്ലാം പ്രാർത്ഥിച്ച് ഈ ഒരു പരിസരം, എന്താ പറയുക, ക്ഷേത്ര പരിസരം എന്ന് പറഞ്ഞാൽ അത്രയും ശാന്തസുന്ദരമാണ്. ഒരുപാട് ആളും തിരക്കും ബഹളവും ഒന്നുമില്ല. രാവിലെയും വരാം, വൈകുന്നേരം വരാം, അങ്ങനെയെല്ലാം ഒരുപാട് കാര്യങ്ങളുണ്ട്.
അപ്പോൾ എന്തായാലും ഞാൻ സന്തോഷം സമാധാനമായിട്ട് പ്രാർത്ഥിച്ച് രാവിലെ എൻ്റെ നല്ല പോസിറ്റീവായിട്ടാണ് ഞാൻ തുടങ്ങുന്നത്. ഇനി വീട്ടിലേക്ക് പോകാം. നേരെ അങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ തിരക്ക് പിടിച്ച് നഗര കാഴ്ചയിലേക്കാണ് പോകുന്നത്. പടിഞ്ഞാറേ നടയുടെ ഫ്രണ്ടിലെത്തുമ്പോൾ ഇപ്പോൾ സമയം ഏകദേശം 8:30 മണിയായി. ഞാൻ 7:15 എത്തിയതാണ്. 1 മണിക്കൂറോളം എടുത്തു. അപ്പോൾ ഇനി അങ്ങോട്ട് ചെല്ലുമ്പോൾ തിരക്കായിരിക്കും. എന്തായാലും ഒരു ഓട്ടോ പിടിച്ച് തിരിച്ചു പോകാം. അപ്പോൾ പണ്ടുള്ള ആൾക്കാർക്ക് എല്ലാം അറിയുന്ന ക്ഷേത്രമാണ്. പക്ഷേ ഇപ്പോഴത്തെ ആൾക്കാർക്ക് എത്ര പേർക്ക് അറിയാമെന്ന് എനിക്കറിയില്ല. പക്ഷേ വരേണ്ട ക്ഷേത്രമാണ്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ വന്നാൽ ഡെഫിനറ്റ്ലി അതിന് നേരെ ഓപ്പോസിറ്റാണ് വരിക. നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, നമ്പിമാർ താമസിക്കുന്ന സ്ഥലങ്ങളാണ്, ഇല്ലങ്ങളാ അല്ലേ? ഓ, തുളു, അത് മലയാളം നമ്പിമാരും, ഇക്കരദേശി അത് അക്കരദേശി, തുളു. ഓക്കെ, കാഞ്ഞങ്ങാട് എന്നുള്ള അത് മനസ്സിലായി. ബ്രഹ്മശ്രീ പുല്ലൂർ യോഗസഭയുടെ ഇത് വടക്കേ നമ്പിമഠം. ഇവിടെയാണ് നമ്പിമാർ താമസിക്കുന്ന ഒരു മഠം. 3 പേര് ക്ഷേത്രത്തിലെ പൂജാരിമാരാണ്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ നമ്പിയും തിരുവമ്പാടി ഭഗവാന്റെ വലിയ പെരിയ നമ്പിയും, അതായത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ ഉള്ളില് ദേവസ്വം ബോർഡിൽ മേശാന്തി എന്ന് പറയും പോലെ നമ്പി എന്നാണ് ഇവിടെ നമ്മളെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ പൂജാരിമാരെ പറയുന്നത്. പുറപ്പെടാ ശാന്തിക്കാരാണ്. അവര് ബ്രഹ്മചാരികളാണ് അല്ലേ? കല്യാണം കഴിക്കില്ല, കുടുംബക്കാരാണ്. ആണ്. ഓഹോ, ആ പീരീഡിൽ നമ്പിയായിട്ടിരിക്കുമ്പോൾ ബ്രഹ്മചര്യ ജീവിതം, അതിന് മുമ്പും അതിന് ശേഷവും വിവാഹ ജീവിതം ആകാം. പക്ഷേ ആ ഇവിടെ പത്മനാഭസ്വാമിയെ പൂജിക്കുന്ന സമയത്ത് വീടുമായിട്ട് ബ്രഹ്മചര്യ ജീവിതം, പുറപ്പെടാ ശാന്തിയാണ്. പുറത്തൊന്നും പോകാൻ പാടില്ല. മിത്രാനന്തപുരം ക്ഷേത്രത്തിന്റെ സമീപത്താണ് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ പൂജാരിമാരായ നമ്പിമാരൊക്കെ താമസിക്കുന്നത്. പുലർച്ചെ ഏതാണ്ട് ഒരു 3 മണിയോടെ കത്തിച്ചു പിടിച്ച കോൽവിളക്കിന്റെ അകമ്പടിയിൽ ഓലക്കുട ചൂടി ഇവർ ക്ഷേത്രത്തിലെത്തുന്നതും ഉച്ചയ്ക്ക് അതുപോലെ തന്നെ മടങ്ങിപ്പോകുന്നത് ഇവിടുത്തെ ഒരു പതിവ് കാഴ്ചകളിലൊന്നാണ്. ആ സമയത്ത് വന്നു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഇത് നമുക്ക് നേരിട്ട് കാണാൻ സാധിക്കും. പുഷ്പാഞ്ജലി സ്വാമിമാരുമായി ആചാരപരമായ കാര്യങ്ങളിൽ ആശയവിനിമയമൊക്കെ നടത്തേണ്ട ആവശ്യമുള്ളതുകൊണ്ടാണ് ഈ പരിസരത്ത് തന്നെ ഇവരൊക്കെ താമസിച്ചിരുന്നത്. ഇത് പണ്ട് തൊട്ടേ ഉള്ളൊരു ആചാരമാണ്. ഇങ്ങനെ ഈ നമ്പിമാരൊക്കെ ഇവിടെ താമസിക്കുന്ന, ഈ മഠങ്ങളിൽ താമസിക്കുന്ന ഒരു രീതി. 12 വർഷത്തിലൊരിക്കൽ മാത്രം വരുന്ന മുറജപം എന്ന് പറയുന്ന ഒരു വലിയൊരു ചടങ്ങുണ്ട് പത്മനാഭസ്വാമി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട്. ആ സമയത്തൊക്കെ ഇത് മഹാരാജാവിൻ്റെ, തിരുവിതാംകൂർ മഹാരാജാക്കന്മാരുടെ കാലം തൊട്ട്, ആദ്യകാലം തൊട്ടുള്ളൊരു രീതിയാണ്, ആ ചടങ്ങാണത്. ആ സമയത്ത് ഒരുപാട് വേദപണ്ഡിതന്മാരെ പല ഭാഗങ്ങളിൽ നിന്നും കൊണ്ടുവന്ന് തലസ്ഥാന നഗരിയിൽ താമസിപ്പിച്ചിട്ടാണ് ഇങ്ങനെ മുറജപം നടത്തിയിരുന്നത്. ഒരുപാട് വേദമന്ത്രങ്ങളൊക്കെ ഓതിയിട്ടൊക്കെയാണ് ആ ഒരു വലിയ മുറജപം നടത്തുന്ന ഒരു പതിവ്. അങ്ങനെ മുറജപത്തിന് വരുന്ന വേദപണ്ഡിതന്മാർക്കെല്ലാം താമസം ഒരുക്കിയിരുന്നതും ഈ മിത്രാനന്തപുരം ക്ഷേത്രവളപ്പിനുള്ളിൽ തന്നെയാണ്. അങ്ങനെ ഒരു പ്രാധാന്യവും കൂടി ഈ ക്ഷേത്രവളപ്പിന് ഉണ്ട്. നമ്മളിപ്പോൾ നടന്ന് വന്ന വഴിയും നമ്മൾ തിരിച്ചു പോകുന്ന വഴിയൊക്കെ നമ്പിപ്പാതയാണ്. ഏറ്റവും ശ്രേഷ്ഠമായ സ്ഥലത്ത് കൂടെ നടക്കുന്നു. കാര്യം ഇത് ആ കുളത്തിൻ്റെ അവിടെ തൊട്ട് സ്റ്റാർട്ട് ചെയ്താൽ ഈ ക്ഷേത്രവും ഈ നമ്പി മഠങ്ങളും എല്ലാം കഴിഞ്ഞാൽ പുറപ്പെടാ ശാന്തിമാരാണ്. അവർക്ക് പുറത്തേക്ക് വേറെ ഒരിടത്തും പോകാൻ പറ്റില്ല. ഇവിടെ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഇവിടുത്തെ പെരിയ നമ്പിയൊക്കെ ആയിട്ടും പുറപ്പെടാ ശാന്തി എന്ന് പറഞ്ഞാൽ വേറെ എവിടെയും പോകാൻ പാടില്ല. ഈ കുളത്തിൽ കുളിക്കുന്നു, ഈ മഠത്തിൽ താമസിക്കുന്നു. ഇവിടെ നിന്ന് അവർക്കൊരു യൂണിഫോം ഉണ്ട് നമ്പിമാർക്ക്. അതുപോലെ ഓലക്കൊടയും ചൂടി ആ വേഷത്തിൽ തന്നെ ഇവിടെ നിന്ന് അശുദ്ധമാകാണ്ട് നേരെ പത്മനാഭസ്വാമിയുടെ നടയിലേക്കാണ് പോകുന്നത്, ഭഗവാനെ പൂജിക്കുക. എന്തോ ഒരു ഫീലാണെന്നറിയാമോ ഇതൊക്കെ അറിയുമ്പോഴും കേൾക്കുമ്പോഴും. നമ്മൾ ആ പാതയിലൂടെ നടക്കുന്നു എന്നൊക്കെ ഭയങ്കര ആ ഒരു ഇത് മെയിൻറ്റെയിൻ ചെയ്തു പോന്നു. ഇത് തമ്പുരാൻ്റെ കാലത്ത് തൊട്ട്, തിരുവിതാംകൂർ ഭരിച്ചിരുന്ന രാജാക്കന്മാരുടെ കാലം തൊട്ട് ഈ ചടങ്ങും ഈ കാര്യങ്ങളും ഒക്കെ. നമ്മൾ നടന്ന് നേരെ പോണ കണ്ടോ, പത്മനാഭസ്വാമിയുടെ പടിഞ്ഞാറേ നടയാണിത്. ഇപ്പോൾ തിരക്കായി കഴിഞ്ഞു റോഡിലെല്ലാം. ഇവിടെയൊക്കെ വളരെ റെസ്ട്രിക്റ്റഡ് ഏരിയാസാണ്. തിരിച്ച് വീടെത്തി. ഇപ്പോൾ പൂജച്ചേട്ടൻ രാവിലെ ജിമ്മിൽ പോക്കുണ്ട് കേട്ടോ. പൂജച്ചേട്ടനും കറക്റ്റ് വന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്, എൻ്റെ പിന്നാലെ. ഒരു ചെറിയ മഴ പെയ്ത് കഴിഞ്ഞു. ഇനിയിപ്പോൾ വീട്ടിനകത്ത് കയറിയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് പെട്ടെന്ന് ഉണ്ടാക്കണം. ഞാൻ എല്ലാം അരച്ചൊക്കെ വെച്ചിട്ടുണ്ട്. നമ്മളൊരു കുക്കുംബർ ദോശ, ഒരു മാംഗ്ലൂർ സ്റ്റൈലാണ് കുക്കുംബർ ദോശ, അതും ഒരു ചട്നി ഉണ്ടാക്കാം. അതപ്പോൾ പെട്ടെന്നാകും.
അരച്ച് വെച്ചിരിക്കുമല്ലേ. പൂച്ചട്ട് എത്തി. ചെറീസെല്ലാം ഇങ്ങോട്ട് പടർന്ന് താഴ്ന്ന് ഒന്ന് വലിച്ചു കെട്ടണം പുറകിലേക്ക്. ഇതിങ്ങനെ ഒരു ഷെയ്ഡ് പോലെ താഴേക്ക് മഴ കാരണമാണ്. അങ്ങനെ ക്ഷേത്ര ദർശനം എല്ലാം കഴിഞ്ഞ് എന്ത് നല്ല ദിവസമായിരുന്നു. അപ്പോൾ രാവിലെ കാര്യങ്ങളൊക്കെ ആയി. ഇനി ബ്രേക്ക്ഫാസ്റ്റ് പെട്ടെന്ന് ഉണ്ടാക്കാം. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഇന്ന് നമ്മൾ കുക്കുംബർ ദോശയാണ്. കുക്കുംബർ ദോശയും നല്ലൊരു ചമ്മന്തിയാണ് ഉണ്ടാക്കുന്നത്. സ്പെഷ്യൽ ചമ്മന്തി എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അതിനുള്ള സാധനങ്ങളെല്ലാം സെറ്റ്. പിന്നെ മാവ് നേരത്തെ അരച്ച് വെച്ചാൽ ഇനി എന്ത് തരം ദോശയാണെങ്കിലും നമുക്ക് മാവ് തലേദിവസം തന്നെ നമ്മൾ അരച്ച് വെക്കുമോ അല്ലെങ്കിൽ എല്ലാം സെറ്റ് ചെയ്ത് വെക്കുമല്ലോ. അതുപോലെ തന്നെയാണ് ഇതും. ഇത് അരച്ച മെത്തേഡ് ഞാൻ കാണിച്ചു തരാം. നമ്മുടെ കുക്കുംബർ ദോശയ്ക്ക് വേണ്ട കാര്യങ്ങളെല്ലാം റെഡി. ഇതിപ്പോൾ ഡൊപ്പിയരിയും ഉലുവ, 1 കപ്പ് ഡൊപ്പിയരി 1 ടീസ്പൂൺ ഉലുവ വെള്ളത്തിൽ കുതിരാനിട്ടതാണ്. നല്ല കുതിർന്നിരിക്കുന്നു. പിന്നെ അതുപോലെ ഇനി വേണ്ടത് 1/2 കപ്പ് തേങ്ങ ചെറുകിയത്. ഇത് 1/2 കപ്പ് വൈറ്റ് റൈസ്. ഇവിടെ ഇപ്പോൾ നമ്മൾ ചോറുണ്ണാനൊക്കെ ഉണ്ടാക്കില്ലേ, പച്ചരി ചോറായാലും മതി. ഓക്കെ, അങ്ങനെ ഒരു വൈറ്റ് റൈസ്, പൊന്നിയരി എന്തായാലും കുഴപ്പമില്ല, പച്ചരി ചോറ് എന്തെങ്കിലും. ഇത് 1/2 കപ്പ് വെള്ളരിക്ക. ഇതിപ്പോൾ സലാഡ് വെക്കുമ്പോഴാണ്. ഏകദേശം ഇതൊരു മീഡിയം സൈസായിരുന്നു. അതൊക്കെ അരിയൊന്നും ഞാൻ ഇടുന്നില്ല. ഇങ്ങനെ മാറ്റിയെടുക്കുമ്പോൾ ഏകദേശം ഒരെണ്ണം വേണ്ടി വരും. നമുക്ക് 1 കപ്പോളം വേണം. ഇത് ഒന്നുകിൽ ഗ്രേറ്റ് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്താൽ. എന്തായാലും നമ്മൾ അരയ്ക്കാൻ പോവാണ്, അപ്പോൾ അരഞ്ഞ് കിട്ടണം നന്നായിട്ട്. അത്രേ ഉള്ളൂ. പക്ഷേ ഇത് ഡൊപ്പിയരിയാണ് ഞാനിപ്പോൾ ഉപയോഗിച്ചിരിക്കുന്നത്. ദോശ, ഇഡ്ഡലി ദോശ അരി എന്ന് പറഞ്ഞാൽ മതി. അത് ഏതാണെങ്കിലും ഉപയോഗിക്കും. ഇത് ഒറ്റ ട്രിപ്പിന് പറ്റിയില്ലെങ്കിൽ 2 ആക്കിയിട്ട് 2 പ്രാവശ്യമായിട്ട് അടിച്ചാലും മതി. ചോറും തേങ്ങ ചെറിയതാക്കിയിട്ട് കുക്കുംബർ പീസസ് എല്ലാം കൂടി അരച്ചിട്ട് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചാൽ മതി. ഒരു 6 to 8 hours. അത് സാധാരണ നമ്മൾ ദോശയ്ക്കേണ്ട അരച്ച് വയ്ക്കുന്ന പോലെ. ഓക്കെ, മാവ് കാണുമ്പോൾ അറിയാലോ. മഷി പോലെ അരച്ചെടുത്തിട്ടുണ്ട്. നല്ലൊരു ഫ്ലഫി ആയിട്ട് വരുന്നുണ്ട്. ഇനി ഇതൊരു പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് ബൗളിൽ ഒന്ന് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പാകത്തിനുള്ള ഉപ്പ് ചേർക്കാം, കുറച്ച് ഉപ്പ് ചേർക്കാം. ബാക്കി ഇത് നന്നായിട്ടൊന്ന് കൈ കൊണ്ട് മിക്സ് ചെയ്യാം. അതെപ്പോഴും ഇമ്പോർട്ടൻ്റ് ആണ്. കൈ കൊണ്ട് മിക്സ് ചെയ്താൽ മാത്രമേ നല്ലതായിട്ട് എന്താ പറയുക, മാവ് നല്ല പൊടിച്ച് നല്ലതായിട്ട് വരാനായിട്ട്. ഏത് അപ്പത്തിനാണെങ്കിലും ദോശയ്ക്കാണെങ്കിലും നമ്മുടെ കൈ കൊണ്ട് മിക്സ് ചെയ്ത് വയ്ക്കുന്നതിനൊരു പ്രത്യേക സംഭവമുണ്ട്. കൈപ്പത്തിയിൽ നിന്നും സംഭവം ഒരു ഫെർമെൻറ്റേഷൻ പ്രോസസ്സ് മാവിൽ കൈപ്പത്തി ചെയ്താൽ ഉണ്ടാവും. സ്പെഷ്യലാണ്. കുറച്ച് തിക്കായിട്ട് തന്നെ ഇങ്ങനെ കലക്കി വയ്ക്കാം. ഇനി ഇതൊരു 6 to 8 hours ഒന്ന് നന്നായിട്ടൊന്ന് പദം വരും, പൊങ്ങി കറക്റ്റായിട്ട് വരും. ദോശ മാവൊക്കെ ഫെർമെൻറ്റഡ് ആവില്ല, അതുപോലെ തന്നെ ഇതിൽ ഉഴുന്നൊന്നുമില്ല. ഉഴുന്നില്ലാത്ത ദോശയാണ്. നമ്മുടെ മാംഗ്ലൂർ സ്പെഷ്യലാണ് കുക്കുംബർ ദോശ. നല്ല ടേസ്റ്റിയാണ്. ഓക്കെ, അടച്ച് വയ്ക്കാം. ഇനി ഇത് ഉണ്ടാക്കുന്ന സമയമാകുമ്പോൾ ആ ഒരു ഇതിനെ കാണിച്ചു തരാം എങ്ങനെയായി. ഇതാണ് കുക്കുംബർ ദോശയ്ക്ക് വേണ്ട മാവ്. കറക്റ്റായിട്ട് പുളിച്ചിട്ടുണ്ട്. ഒരു 8 മണിക്കൂർ 6 to 8 hours ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ പാകത്തിന് സെറ്റാകും. ഇത് അരച്ചത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇതിൽ എന്തൊക്കെയുണ്ട് എന്നെല്ലാം കാണിച്ചു തരാം. അപ്പോൾ ഇതിപ്പോൾ ഓവർനൈറ്റാണ്. തലേദിവസം രാത്രി നമ്മളിങ്ങനെ അരച്ച് വെച്ചാൽ രാവിലെ ആകുമ്പോൾ ദോശ ഉണ്ടാക്കാം. അടുപ്പ് കത്തിച്ചു. ഇനി സാധാരണ ദോശയിൽ നിന്ന് കുറച്ച് വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇത് വേണമെങ്കിൽ 1 sided ആയിട്ടും ചെയ്യാം. നമ്മൾ അപ്പമൊക്കെ ചെയ്യുന്ന പോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് വരത്തിയിട്ട് അടപ്പ് വെച്ച് അടച്ച് ആവി കയറ്റിയിട്ട് 1 side ആയിട്ട് ചെയ്യാം. വേണമെങ്കിൽ ഒന്ന് തിരിച്ചിട്ടിട്ടും എടുക്കാം, എങ്ങനെ വേണമെങ്കിലും ആകാം. അപ്പം ഞാൻ കാണിച്ചാൽ. പിന്നെ ഇതിനോടൊപ്പം ചമ്മന്തിക്ക് എല്ലാ കാര്യങ്ങളും എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതൊരു സ്പെഷ്യൽ ചമ്മന്തി. തേങ്ങ 1/2 കപ്പ്, അതുപോലെ ഒരു 1/4 കപ്പ് പൊരികടല.
പൊട്ടുകടല എന്ന് പറയും. അതൊരു തേങ്ങ എത്രയാണോ എടുക്കുന്നത് അതിൻ്റെ നേരെ പകുതി. 1 കപ്പ് തേങ്ങയാണെങ്കിൽ 1/2 കപ്പ് പൊട്ടുകടല എടുക്കുക. ഇതിപ്പോൾ 1/4 കപ്പ് പൊട്ടുകടലയും 1/2 കപ്പ് തേങ്ങയും. പിന്നെ പച്ചമുളക് ഒരു 3 എണ്ണം, നമ്മുടെ മോളീസ് ഗാർഡൻ, കുറച്ച് മുളക് പൊടി, 2 അല്ലി വെളുത്തുള്ളി, ഒന്നായാലും കുഴപ്പമില്ല. ഇനി വെളുത്തുള്ളിയുടെ ടേസ്റ്റ് ഇഷ്ടമല്ലെങ്കിൽ വേണ്ട, അതൊന്നും അറിയില്ല കേട്ടോ. ഇതെല്ലാം കൂടി ചേർന്ന് വരുമ്പോൾ കുറച്ച് മുളക് പൊടി ഞാൻ ചേർക്കുന്നുണ്ട്, 1 ടീസ്പൂണോളം. ഇഞ്ചി ഒരു ചെറിയ പീസ്, കുറച്ച് പുളി, ഒരല്പം പുളി, ഒരു ചെറിയ നെല്ലിക്കയുടെ പകുതി എന്ന് പറയാം. ഇതാണ് അരയ്ക്കേണ്ടത്. ഇതിൻ്റെ കൂടെ ഉപ്പ്. പക്ഷേ എണ്ണ ഒഴിച്ചിട്ടൊന്ന് വഴറ്റണം, വഴറ്റിയിട്ടാണ് അരച്ചെടുക്കുന്നത്. ഓക്കെ, അപ്പോൾ കല്ല് ചൂടായി, ഇച്ചിരി എണ്ണ തടവി കൊടുക്കാം. നല്ലെണ്ണയാണ് ഏറ്റവും ബെസ്റ്റ്. ഇത് ഒരുപാട് അയവിലല്ലെങ്കിൽ ഇങ്ങനെ ഈ രീതിയിൽ ചെയ്യാം. ഈ അപ്പം ദോശയ്ക്കൊക്കെ ഇങ്ങനെ ഹോള് വരില്ലേ, അതുപോലെ വരും. ശരിക്കും പറഞ്ഞാൽ നമ്മളിതിൽ ഉഴുന്നോ ഈസ്റ്റോ സോഡാപ്പൊടിയോ അങ്ങനെയുള്ള ഒരു കാര്യം ചേർത്തിട്ടില്ല, പക്ഷേ അതുപോലെ ഇങ്ങനെ വരും. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് തീ ഒരല്പം ഒന്ന് കുറയ്ക്കാം, അടച്ചു കൊടുക്കാം. യെസ്, ഓക്കെ. ഇത് 1 സൈഡായിട്ട് ഇങ്ങനെ തന്നെ നമുക്ക് വേവിച്ചെടുക്കാം, ചുട്ടെടുക്കാം. ഇങ്ങനെ ചെയ്യാം, അപ്പമൊക്കെ ചെയ്യുന്ന പോലെ. നോക്കിയാൽ നല്ല സോഫ്റ്റ്, നല്ല നിറച്ച് കമളയും ഇതൊക്കെ വന്നിട്ടാണ് റെഡി. അടുത്ത ദോശ ഇച്ചിരൂടെ വലുതായിട്ട് ചെയ്യാം. നല്ല സോഫ്റ്റ് ആയിരിക്കും, ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ വിചാരിക്കുന്നതിനെക്കാട്ടിലും ടേസ്റ്റാണ്. നിറയെ ഹോള് വരും. ഓക്കെ, ഇത് നമുക്ക് വേണമെങ്കിൽ ഇതിങ്ങനെ തന്നെ എടുക്കാം, അതല്ലെങ്കിൽ നമുക്കൊന്ന് തിരിച്ചിടാം. ചെറുതായിട്ട് ജസ്റ്റ് ഒന്ന് തിരിച്ചിട്ടിട്ട് ഒന്ന് റെഡി ആകുമ്പോൾ അങ്ങോട്ട് മാറ്റാം. അങ്ങനെയും ചെയ്യാം. ഇത്രേ ഉള്ളൂ, സിമ്പിളായിട്ട്. ഇങ്ങനെ ഒരുപാട് നേരം തിരിച്ചിടണ്ട, ഇങ്ങനെ ചെയ്യാം. അത് ഒരു പാറ്റേണാണ് ഇങ്ങനെ ചെയ്യാം. എന്ത് സോഫ്റ്റ് അറിയോ, ഇറ്റ്സ് വെരി സോഫ്റ്റ്. നല്ല ചൂടായി കല്ല്. തീ കുറയ്ക്കുന്നു. നമുക്ക് ആവശ്യമുള്ള ക്വാണ്ടിറ്റി ഓഫ് ദോശാസ് ഉണ്ടാക്കാം. തിരിച്ചിടുകയാണെങ്കിലും ആദ്യത്തെ ഭാഗം വരുമ്പോൾ ഇങ്ങനെ തന്നെ വേണം കേട്ടോ. ഇത് അന്ന് വെന്തിട്ട് വെറുതെ ജസ്റ്റ് ഒന്ന് തിരിച്ചിട്ട് എടുക്കുന്നേ ഉള്ളൂ. ഇത് ഞാൻ കുറച്ച് മാവേ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ഇതിൽ കുറച്ച് കൂടുതൽ മാവ് ചേർത്തിരുന്നു. ഓക്കെ, വെരി സോഫ്റ്റ്. നമ്മുടെ ബൺ ദോശയൊക്കെ പോലെ ഇരിക്കുന്നു, അത്രയും സോഫ്റ്റ് ആൻഡ് ഫ്ലഫിയാണ്. ഒരു സൈഡിൽ നമുക്ക് മാംഗ്ലൂർ ദോശ, ഇങ്ങനെ കുക്കുംബർ ദോശ ഉണ്ടാക്കിക്കൊണ്ടിരിക്കാം. ഇപ്പുറത്തെ അടുപ്പിൽ ഞാൻ ഇതെല്ലാം ഒന്ന് വഴറ്റാൻ പോകണു. ചമ്മന്തിക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ. 1/2 കപ്പ് തേങ്ങ, 3 ടേബിൾ സ്പൂൺ പൊട്ടുകടല. പൊട്ടുകടല എന്ന് വെച്ചാൽ മിക്സറിൽ കിടക്കുന്ന കടലയാണ്, ആ ടൈപ്പ്. ഇതൊരു 3 ടേബിൾ സ്പൂൺ മീൻസ് 1/4 കപ്പ്. പിന്നെ എല്ലാ കാര്യങ്ങളും ഉണ്ട്. പച്ചമുളകിനെ ഒന്ന് 2ആയിട്ട് മുറിച്ചിടാം. എന്നിട്ട് എല്ലാം കൂടി ഒന്ന് വഴറ്റാം. എരിവ് ഓരോരുത്തർ ഇഷ്ടമാണ്, അതനുസരിച്ചിട്ട് കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഇഞ്ചി ചെറിയൊരു പീസ് മതി, അത് നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക. വെളുത്തുള്ളി അങ്ങനെ തന്നെ ഇരിക്കട്ടെ. ചട്ടി ചൂടായി, ചീനച്ചട്ടി, അതിലേക്ക് 1 ടേബിൾ സ്പൂണിനകത്ത് എണ്ണ. ഇത് വെളിച്ചെണ്ണ ആകാം, അല്ലെങ്കിൽ ഇനി റിഫൈൻഡ് ഓയിൽ ഓർ നല്ലെണ്ണ ഓൾസോ, എന്താണെങ്കിലും കുഴപ്പമില്ല. ഇതിലേക്ക് 1 by 1 ഇഞ്ചിയുടെ കഷ്ണങ്ങളും, വെളുത്തുള്ളി, പച്ചമുളക്, ഇതൊക്കെ ഒന്ന് വാടി കിട്ടണം. ഒരു സൈഡിൽ ദോശ മേക്കിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു, ഇപ്പുറത്തെ സൈഡിൽ ചെറുതായിട്ടൊന്ന് വാടി തുടങ്ങുന്നു. ഈ സ്റ്റേജിൽ പൊട്ടുകടല, ഇനി ഇതിലേക്ക് തേങ്ങയും കൂടി ഇട്ട് കൊടുക്കാം. പുളിയും കിടക്കട്ടെ. ഒന്ന് വാടിയാൽ മതി, കളറൊന്നും മാറണ്ട, ജസ്റ്റ് ഒരു പച്ച ചുവ മാറണം, അത്രേ ഉള്ളൂ. പുളി അധികം കൂടണ്ട കേട്ടോ, കുറച്ച് ആവശ്യത്തിന് ചേർത്താൽ മതി പേരിന് വേണ്ടി. ഞാൻ മുളക് പൊടിയും കൂടി ചേർക്കുന്നു, 1 ടീസ്പൂൺ.
1 ടീസ്പൂൺ നിറച്ചെടുത്തു. കാര്യം ഞാൻ 3 പച്ചമുളകല്ലേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ എരിവ് നോക്കിയിട്ട്, നല്ല എരിവുള്ള പച്ചമുളകാണെങ്കിൽ അതനുസരിച്ചിട്ട് മാറ്റങ്ങൾ വരുത്തണം. മുളക് പൊടിയുടെ എല്ലാം പച്ചച്ചോ മാറി കിട്ടും. ഇച്ചിരി ഉപ്പും കൂടി ചേർക്കട്ടെ. എല്ലാം പാകത്തിന് വാടിക്കഴിഞ്ഞാൽ തീ ഓഫ് ചെയ്യുന്നു. എന്നിട്ട് ഇത് ഒന്ന് തണുത്തിട്ട് മിക്സിയിൽ കുറച്ച് വെള്ളവും കൂടി ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. ചമ്മന്തി പാകത്തിന് അരയ്ക്കും, പേസ്റ്റ് പോലെ. ഇത്രയും മതി. തീ ഓഫ് ചെയ്യുന്നു. ഓക്കെ, ആയിക്കഴിഞ്ഞു. പച്ചച്ചുവയൊക്കെ മാറിയിട്ടുമുണ്ട്. മിക്സി ജാറിലേക്ക് മാറ്റുന്നു. കുറച്ച് ലൂസായിട്ടുള്ള ചമ്മന്തിയായിട്ട് തന്നെയല്ലേ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇച്ചിരി വെള്ളം ഒഴിച്ച് തന്നെ അരയ്ക്കാം. കുക്കുംബർ ദോശ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുന്നു. ദോശ ദോശ ദോശ. ഇതൊരു സൈഡിൽ ആയിക്കൊണ്ടിരിക്കുന്നു. ചമ്മന്തി അടയ്ക്കും. ഇതാ അരച്ച് കഴിഞ്ഞു. കാണിച്ചു നല്ല പേസ്റ്റായിട്ട് അരച്ചിട്ടുണ്ട്. ഇനി ഇത് ഇച്ചിരി വെള്ളം കൂടി ചേർക്കും. നമ്മൾ മിക്സിയിൽ നിന്ന് എടുത്തിട്ട് ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്തിട്ട് ഇനി ഒന്ന് താളിക്കാം. നമ്മുടെ ചീനിച്ചട്ടി ചൂടായിട്ടുണ്ട്. ഇച്ചിരി എണ്ണ ഒഴിക്കാം. 1 ടേബിൾ സ്പൂൺ എണ്ണ ചൂടായി. കടുകിട്ട് കൊടുക്കാം 1 ടീസ്പൂൺ. ഇനി കുറച്ച് ഉഴുന്ന് പരിപ്പും കൂടി ചേർക്കാം. 2 ടീസ്പൂൺ. ഉഴുന്ന് പരിപ്പിൻ്റെയൊക്കെ നിറം മാറി തുടങ്ങുന്നു. വറ്റൽ മുളക്, കറിവേപ്പില. ചമ്മന്തി എല്ലാം വഴറ്റിയാണ് അരച്ചിരിക്കുന്നത്. അതുകൊണ്ട് ചമ്മന്തിയിലേക്ക് എടുത്ത് ഒഴിച്ചാലും മതി താളിപ്പ്. അതല്ലെങ്കിൽ ഇങ്ങനെ ചെയ്താലും കുഴപ്പമില്ല. അപ്പോൾ ബൗളിലുള്ള എല്ലാ കാര്യങ്ങളും ഇതിലേക്ക് ആക്കി കഴിഞ്ഞു. ഇത് പൊട്ടുകടല ഉള്ളതുകൊണ്ട് ഭയങ്കര തിക്കായിരിക്കും. അതുകൊണ്ട് ഇനിയും വെള്ളം വേണം. കുറച്ചുകൂടി വെള്ളം ഒഴിച്ച് കൊടുക്കാം. നിറച്ച ചമ്മന്തി കിട്ടും. ഉപ്പ് കുറവായിരിക്കും, വേണമെങ്കിൽ നോക്കിയിട്ട് ചേർക്കാവേ. ഇച്ചിരി ഉപ്പും കൂടി വേണം. അത്യാവശ്യം എരിവുണ്ട്, ചെറിയൊരു പുളിയുണ്ട്, അടിപൊളിയായിട്ടുണ്ട്. ഇഞ്ചിയുടെ നല്ല സ്വാദുണ്ട്. പെർഫെക്റ്റ്. ഇത് തിളയ്ക്കേണ്ട ആവശ്യമില്ല, ഒന്ന് ചൂടായാൽ മതി. ഓക്കെ, തീ ഓഫ് ചെയ്യാം. അപ്പോൾ വെള്ളം ചേർക്കുന്നത് തിളപ്പിച്ചാറിയ വെള്ളം ചേർത്താൽ മതി. ഇതാണ് നമ്മുടെ ചമ്മന്തി കൺസിസ്റ്റൻസി. ഇപ്പോൾ ബൗളിലേക്ക് മാറ്റാണ്. യെസ്, ലാവിഷ് ചമ്മന്തി. ആക്ച്വലി ഇത്രയും ദോശയ്ക്ക് ഇത്രയും ചമ്മന്തിയുടെ ആവശ്യമില്ല. പക്ഷെ ചിലപ്പോൾ കൂടുതൽ കഴിക്കണം തോന്നിയാലോ. ചിലർക്ക് ഇങ്ങനെ നിറച്ച ചമ്മന്തി ഒഴിച്ച് കഴിക്കുന്ന ഇഷ്ടമല്ലേ. അതുകൊണ്ട് ഇങ്ങനെ ഒരു അളവിന് ഞാൻ ഉണ്ടാക്കിയെന്നേ ഉള്ളൂ. നമുക്കിത് ബാക്കി വരാണെങ്കിൽ എടുത്ത് വെച്ചാൽ പിറ്റേ ദിവസം ഉപയോഗിക്കാം. എൻ്റെ ലാസ്റ്റ് കുക്കുംബർ ദോശ ലാസ്റ്റ് ഒഴിക്കാൻ പോകണു. കുക്കുംബർ ദോശ, ദാറ്റ് ഈസ് വെള്ളരിക്ക ദോശയും റെഡി, ചമ്മന്തി റെഡി. ഓക്കെ, ഈ അളവിൽ നിന്നും ഏകദേശം ഞാൻ 1 കപ്പ് റൈസാണ് കേട്ടോ എടുത്തത്. അരി ഒരു 8, 9, 10 ദോശ വരെ കിട്ടും. അപ്പോൾ ഇത് അപ്പം പോലെയാണോ എന്ന് വെച്ചാൽ കണ്ടു കഴിഞ്ഞാൽ ഒരു കല്ലപ്പം പോലെ തന്നെയാണ്. പിന്നെന്താ പറയുക, ദോശയാണോ എന്ന് വെച്ചാൽ ദോശയാണ്. ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അപ്പാരാണ്. ഞാനിപ്പോൾ കഴിക്കുമ്പോൾ പറഞ്ഞുതരാം. നമുക്കിത് ധാരാളം മതി. ഞങ്ങളിവിടെ ആകെ 3 പേരല്ലേ ഉള്ളൂ. അനുകുട്ടിക്കാണെങ്കിൽ കൺവെൻഷണൽ ബ്രേക്ക്ഫാസ്റ്റിനെക്കാട്ടിലും കുറച്ച് കോൺഫ്ലേക്സ് അങ്ങനത്തെ കാര്യങ്ങളും ഇഷ്ടമാണ്. പേരിന് വേണ്ടിയൊക്കെ കഴിക്കുള്ളൂ ചില കാര്യങ്ങൾ. പോയിച്ചിട്ടുണ്ടെങ്കിൽ 2, 3 എണ്ണം കഴിക്കും. ഞാനൊരു മാക്സിമം 2, അത്രയൊക്കെ മതി. ഓക്കെ, കാണിക്കട്ടെ എങ്ങനെയാണ് ഞാൻ കഴിക്കാൻ പോണത്. ഒരു ദോശ,
ഇതിപ്പോൾ ഞാൻ എന്തെങ്കിലും ഫോട്ടോയും കൂടി എടുക്കാൻ പ്ലാനുണ്ട്. അപ്പോൾ 2 ദോശ ഇരിക്കട്ടെ. ചമ്മന്തി. അങ്ങനെ ചൂടോടുകൂടി ഞാൻ കഴിച്ച് കാണിക്കാൻ പോണു. ആക്ച്വലി ഈ ചമ്മന്തി നല്ല എരിവുണ്ട് കേട്ടോ. കാര്യം പച്ചമുളക് ഇച്ചിരി എരിവുള്ള പച്ചമുളകായിരുന്നു. നമ്മുടെ മോളീസ് ഗാർഡൻ്റെ ഞാനത് അത്ര ആലോചിച്ചില്ല. നല്ല എരിവുള്ളാണെങ്കിൽ ഒരു പച്ചമുളക് ചേർത്താൽ മതി. 1 ടീസ്പൂൺ മുളക് പൊടിയും ചേർക്കുന്നുണ്ടല്ലോ. ഇതിപ്പോൾ ഞാനൊരു ചെറുതും 2 വലുതും ചേർത്തു. നോക്കിക്കോളൂ ദേ എന്ത് സോഫ്റ്റ് അറിയോ, ഫ്ലഫി, അപ്പം പോലെ തന്നെയാണ്. ദോശയുടെ ടെക്സ്ചറിനെക്കാട്ടിലും അപ്പത്തിൻ്റെ ടെക്സ്ചറായിട്ടാണ് ഇതിന് സാമ്യം. കാണിക്കാം. വേണമെങ്കിൽ നമ്മൾ ഉപ്പിടുന്ന പോലെ 1 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർക്കാം. ഞാൻ ആക്ച്വലി ചിലപ്പോഴൊക്കെ ചേർക്കാറുണ്ട്, പക്ഷെ മറന്നുപോയി കേട്ടോ ഇന്ന് പഞ്ചസാരയുടെ. ആലോചിച്ച് നോക്കൂ, നമ്മൾ ഈസ്റ്റോ സോഡാപ്പൊടിയോ ഒരു കാര്യം ചേർത്തിട്ടില്ല, ഉഴുന്നോ ഒന്നുമില്ല. എങ്കിലും നല്ല ആ ഒരു ടെക്സ്ചറിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇറ്റ്സ് വെരി യമ്മി. നിങ്ങളും ഉണ്ടാക്കി നോക്കണം. ചെറിയൊരു പുളിയൊക്കെ ഉണ്ട്. പുളിയുടെ നമ്മൾ എത്ര നേരം വെച്ചേക്കുന്നു അതനുസരിച്ച് 6 to 8 hours നോക്കിയിട്ട് ചെയ്താൽ മതി. ഒരുപാട് പുളിച്ച് പോകാതിരിക്കാൻ വേണ്ടി വേണമെങ്കിൽ എടുത്ത് ഫ്രിഡ്ജിൽ വയ്ക്കാം. അതായത് കറക്റ്റ് സമയമായി നമുക്ക് ഉണ്ടാക്കാറായില്ലെങ്കിൽ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചിട്ട് ആ സമയമാകുമ്പോൾ കുറച്ച് നേരത്തെ വെളിയിലെടുത്ത് വെച്ചാൽ മതി. അങ്ങനെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് നിന്നുകൊണ്ട് കഴിക്കരുതെന്നാണ്. പക്ഷേ ഇപ്പോൾ സൗകര്യത്തിന് ഞാനിപ്പോൾ ഷൂട്ട് ചെയ്യാനും ഒക്കെ ആയിട്ട് പെട്ടെന്ന് തീർക്കുന്നു. ഓക്കെ, അങ്ങനെ എൻ്റെ വയറ് നിറഞ്ഞു. എന്ന് എൻ്റെ ബുൾസയൊന്നും ഞാൻ കഴിച്ചിട്ടില്ല കേട്ടോ. ദോശയും ചമ്മന്തിയും പെട്ടെന്ന് കഴിച്ച് തീർത്ത് കുറച്ച് വെള്ളവും കുടിച്ചു, അത്രേ ഉള്ളൂ. പല ദിവസവും പല രീതിയാണ്. എല്ലാ ദിവസവും മുട്ട കഴിക്കാൻ ചിലപ്പോൾ പറ്റാറില്ല. പിന്നെ അല്ലാണ്ട് ഞാൻ മുട്ട റോസ്റ്റോ അങ്ങനെ കഴിക്കുന്ന ദിവസം രാവിലത്തെ ബുൾസൈ സ്കിപ്പ് ചെയ്യും. ഒരു ദിവസം 1 മുട്ട മതി, അതാണ് എൻ്റെ ഒരു കണക്ക്. അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കട്ടെ. രാവിലത്തെ ക്ഷേത്രവും അമ്പലവും പരിസരവും എന്ത് രസമായിരുന്നു അല്ലേ. തിരിച്ചു വന്ന് ആ ഒരു പോസിറ്റിവിറ്റിയോട് കൂടി വന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നു, കഴിക്കുന്നു. ഇനി ഉച്ചക്കലത്തെ കാര്യങ്ങൾ ഇന്നത്തെ ദിവസം ഇങ്ങനെ അങ്ങ് കണ്ടിന്യൂ ചെയ്യും. അനുക്കുട്ടി മോളുടെ അടുത്തുണ്ട്. പൊടുമോള് കുറച്ച് ലേറ്റായിട്ട് എഴുന്നേക്കുള്ളൂ. 9:30 ഒരു 10-10:30 ആകും ചില ദിവസങ്ങളിൽ. രാത്രി ലേറ്റായിട്ട് കിടക്കുകയാണെങ്കിൽ ലേറ്റായിട്ട് എഴുന്നേക്കും. അതുകൊണ്ട് ആ ഒരു ഗ്യാപ്പിലാണ് നമ്മുടെ ഈ പരിപാടികളൊക്കെ നടക്കുന്നത്. അപ്പോൾ ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ വിചാരിക്കട്ടെ. അപ്പോൾ കമൻറ്റ് ബോക്സിലേക്ക് വരാൻ മറക്കണ്ട. അപ്പോൾ താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് കീപ്പ് ഓൺ വാച്ചിങ് ലക്ഷ്മി നായർ വ്ളോഗ്സ്. ലവ് യു ഓൾ.